ഒരു കുടുംബം വെടിക്കെട്ട് കാണാൻ അവിടെ ഇരിക്കുക, പായൊക്കെ വിരിച്ച് റോഡിൽ കിടക്കുക. അപ്പൊ ആനോട് ചെന്നപ്പോൾ അവരെ കണ്ടൊഴിക്ക് ആന ഒന്ന് സ്റ്റക്കായി നിന്നിട്ട് പതുക്കെ അവിടെ നിന്ന് തിരിഞ്ഞ് ആ കുടുംബം പിറ്റേത് അടുത്ത ദിവസം ഈ ആനനെ വന്ന് കണ്ട് അതിന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരു കഥ. ആനയ്ക്ക് മനുഷ്യന്റെ അത്രയും ബുദ്ധിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു 5 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ബുദ്ധി. ഈ മതം പൊട്ടി ഒഴുകുന്ന ആനകളെ ഉത്സവത്തിൽ പങ്കെടുപ്പിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? പലതിനെയും അങ്ങനെ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇല്ല, ഒരു ആനയും നമ്മൾ, അതാണ് നമ്മുടെ പരിശോധന. നല്ല രീതിയിൽ നടത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയൊരു പ്രോഗ്രാം അല്ലല്ലോ തൃശ്ശൂർ എന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ ലോകം അംഗീകരിക്കുന്ന പ്രോഗ്രാം അല്ല. അതിലൊന്നും ഒരു അപകടരഹിതമായ ഒരു തൃശ്ശൂരം നടത്താനാണ്, ആനകൾക്കും നാട്ടുകാർക്കും ജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അപകടമില്ലാത്തൊരു പൂരം നടത്താനാണ് നമ്മൾ ശ്രമിക്കാറ്. ഉത്സവങ്ങളില്ലാത്ത കേരളം ഒരു ദാരിദ്ര്യ കേരളമായിരിക്കും. അത് കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാണ്. അതെ. അപ്പൊ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ആളുകളുടെ കയ്യിലെ പൈസകൾ നന്നായി ക്രയവിക്രയം ചെയ്യും. എൻ്റെ കയ്യിലുള്ള ആ ഒരു നോട്ടിന് പിന്നെ രാജാവ് യുദ്ധത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി ആനനെ. അപ്പൊ ആ സുഖം തോന്നി. പിന്നെ റൈഡിന് ഇപ്പൊ നമ്മള് കുതിരപ്പുറത്ത് യാത്ര ചെയ്യണേക്കാൾ എത്രയോ സുഖമാണ് ആനപ്പുറത്ത് യാത്ര ചെയ്യുന്നത്. ആന പതുക്കെ നമ്മൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു മൃഗത്തിന്റെ അറ്റാക്കും വരില്ല. നമ്മളിരിക്കുന്നത് ഹൈ പൊസിഷനിലാണ്. ആനകളെ ഇടയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആനകൾ വരുമ്പോൾ പരിചയസമ്പന്നതയാണ് ഒരു പ്രശ്നം. പിന്നെ മതകാലഘട്ടം, മതമുള്ള ആനകൾ മതം പുട്ടാന്ന് പറയില്ലേ, മതം വരുന്ന ആനകൾ അടയും. അതിന് പാപ്പാൻ്റെ അടുത്ത് ആന പറയും ഇന്നെ കൊണ്ടുപോകരുത്, ഈ പൂരത്തിന് എന്നെ വേണ്ട എന്ന് നിർദ്ദേശം ആന തന്നെ കൊടുക്കും. എനിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോൾ വരാൻ പറ്റിയ സമയമല്ല, അതുകൊണ്ട് എന്നെ എവിടെയെങ്കിലും കൊണ്ട് മാറ്റി നിർത്തും എന്ന് പറയും. അങ്ങനെ അതുകൂടി നമ്മൾ അവഗണിച്ച് ആനയെ കൊണ്ടു നടക്കുമ്പോഴാണ് ആനയ്ക്ക് ദേഷ്യം വരുന്നത്. ആനകൾ എപ്പോഴും ഒരു പാവം പച്ചക്കറി മാത്രം, വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഒരു ഹെർബിയോറായിട്ടുള്ള ഒരു മൃഗമാണ്. ഒരിക്കലും ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ ആ കൊല്ലുക എന്നുള്ളത് അതിൻ്റെ അജണ്ടയല്ല ശരിക്കും. ഇപ്പോൾ വൈൽഡ് ക്യാപ്റ്റിവിറ്റിയിൽ കാട്ടിലൊക്കെ ആണെങ്കിൽ കാർണിവോറ ഗ്രൂപ്പാണ് ഒന്നിനെ കൊന്നു ജീവിക്കുന്നത്. ആന അങ്ങനെ ആരും കൊന്നു ജീവിക്കുന്ന മൃഗമല്ല. അപ്പോൾ കൊല്ലണം അല്ലെങ്കിൽ ആക്രമിക്കണം എന്നൊന്നും ആനകൾക്കില്ല. പിന്നെ അതിൻ്റെ മതകാലത്തിൽ അതിൻ്റെ ശാരീരികമായിട്ടുള്ള ചേഞ്ചസ് വരും. അപ്പോൾ ഒരു വിഭ്രാന്തി വരും. ആ വിഭ്രാന്തിയുടെ ഉൾക്കോളിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അത് തിരിച്ചറിയാനുള്ളൊരു കഴിവ് പാപ്പാനുണ്ടെങ്കിൽ നമുക്കറിയാം ഏത് ആന ഇന്ന ദിവസം മതത്തിൽ വരുന്നതെന്ന് വരെ ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഡാറ്റയുണ്ട്. അത്തരം ആനകളെ നമ്മൾ ഉത്സവത്തിന് പങ്കെടുപ്പിക്കേണ്ട, നേരെ കൊണ്ട് ഇപ്പോൾ തിരുവമ്പാടി ദേശത്തിന് തന്നെ അർജുനൻ എന്ന് പറഞ്ഞ ആനയുണ്ട്. അതിന് ഈ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിലിലെ ഒരു അവസാനത്തോടു കൂടിയിട്ട് ആനയ്ക്ക് കോളിൻ്റെ ആരംഭമുണ്ട്. നമ്മൾ വേറെ ഒന്നുമില്ല, തിരുവമ്പാടിയുടെ ആന തന്നെയാണ്, പറഞ്ഞിട്ട് കയ്യിൽ അതിനെ എഴുന്നള്ളിക്കാൻ. ആ കോള് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാറ്റിക്കിട്ടും. അതൊരു പ്രിക്കോഷനാണ്. അത് അല്ലാണ്ട് തിരുവമ്പാടിയുടെ ഭാഗം ഉത്സവമാണ്, അതിനെ എഴുന്നള്ളിക്കണം നമ്മൾ ആരും വാശി പിടിക്കാറില്ല. ഈ മതം പൊട്ടി ഒഴുകുന്ന ആനകളെ ഉത്സവത്തിൽ പങ്കെടുപ്പിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ? പലതിനെയും അങ്ങനെ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇല്ല, ഒരു ആനയും നമ്മൾ, അതാണ് നമ്മുടെ പരിശോധന. ആനയുടെ കന്നഗ്രന്ഥി, കണ്ണിൻ്റെയും ചെവിയുടെ ഇടയിൽ ഒരു കന്നഗ്രന്ഥി ഉണ്ട്. ആ ഗ്രന്ഥിയിൽ നിന്ന് ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ അതൊരു സൈനാണ്, സിംറ്റം ഓഫ് മസ്താണ്. അപ്പം അതുണ്ടെങ്കിൽ ആ ആനകളെ നമ്മൾ മാറ്റി നിർത്താൻ ഉടമസ്ഥരുടെ അടുത്ത് പറയും, ദേവസ്വങ്ങളുടെ അടുത്ത് പറയും. അവരെ ഒരു 90% ഇങ്ങനെയുള്ള ആനകളെ പങ്കെടുപ്പിക്കുന്നില്ല. ദേവസ്വം ആനകളെ തന്നെ അവർ മാറ്റി നിർത്തുന്നുണ്ടല്ലോ. കാരണം അവർക്ക് ജനങ്ങൾക്ക് അപകടം ഉണ്ടാവരുത്. ഒരു വലിയൊരു ഈവൻറ്റ് അത് നല്ല രീതിയിൽ നടത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയൊരു പ്രോഗ്രാം അല്ലല്ലോ തൃശ്ശൂരം എന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ ലോകം അംഗീകരിക്കുന്ന പ്രോഗ്രാം അല്ല. അതിലൊന്നും ഒരു അപകടരഹിതമായൊരു തൃശ്ശൂരം നടത്താനാണ് ദേവസ്വങ്ങളും ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും പാപ്പാമാരും എല്ലാവരും ഇതിൻ്റെ ഭാഗമായി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിശകലനം നടത്തി ആനകളെ ഓരോന്ന് വിദഗ്ധമായിട്ടുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് അതിൽ എന്തെങ്കിലും പ്രശ്നം വൈരുദ്ധ്യമായിട്ട്, എന്ന് വെച്ചാൽ അന്നത്തെ സ്വഭാവത്തിൽ എന്തെങ്കിലും ചേഞ്ചസ്, പാപ്പാനും ആനയും തമ്മിലുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും ഇതുണ്ടോ, ഒരു ഗ്യാപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ പാപ്പാൻ കൂടുതലായിട്ട് അമിതമായിട്ട് എന്താ പറയുക മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവാക്കുക. അങ്ങനെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സംശുദ്ധമായ ഒരു ആനകൾക്കും നാട്ടുകാർക്കും ജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അപകടമില്ലാത്തൊരു പൂരം നടത്താനാണ് നമ്മൾ ശ്രമിക്കാറ്. ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഓർമ്മയിൽ ഇത്തരത്തിൽ ആനകൾ അടഞ്ഞിട്ടുണ്ടായിരുന്നു? ആനകൾ അടയാറുണ്ട് കഴിഞ്ഞ പൂരത്തിന്. എങ്ങനെയാണ് അതിനെ? പക്ഷെ അതൊക്കെ ആ സമയങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു ആന അടഞ്ഞു, അതിനെ നമ്മൾ ഒരു ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് അവിടെ തുടക്കമായിരുന്നു. ആ ആനനെ അപ്പം തന്നെ നമ്മൾ ഒരു മയക്ക് വഴി വെച്ച് ലോറി കയറ്റി സുരക്ഷിത സ്ഥലത്തെത്തിക്കുക, ആളുകളെ അറിയിക്കാതിരിക്കുക, പാനിക്കാക്കാതിരിക്കുക. കഴിഞ്ഞ തവണ ഉണ്ടായി. വലിയ രീതിയിൽ എല്ലാവരും പാനിക്കാവുന്നതും ആ രംഗം നമ്മൾ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ധൈര്യം വേണം.
അത്രത്തോളം ചിന്തിച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന തീർച്ചയായിട്ടും. കാരണം ഇതിൽ രണ്ട് കാര്യമുണ്ടെന്ന്. ഒന്ന്, നമ്മൾ ചെയ്യുന്നത് പുറം ലോകം അറിഞ്ഞ് പെട്ടെന്ന് പാനിക്കാവരുത്. ആളുകൾ പാനിക്കാകുമ്പോഴാണ് കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. എല്ലാവരും സ്റ്റാമ്പേഡ് ഉണ്ടാവുന്നതിന്റെ കാരണം എന്താ? എല്ലാവരും കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാം. ഇത് എന്താ സംഭവിക്കുന്നത് അറിയാതെ അവർ ചിതറി ഓടുമ്പോൾ എന്താ പറയുക, ആനയുടെ അറ്റാക്ക് കൊണ്ടല്ല കൂടുതലും മരണം സംഭവിക്കുന്നത്. മനുഷ്യൻ തന്നെ മനുഷ്യനാൽ മരണപ്പെടുന്നുണ്ട്. കഴിഞ്ഞ പൂരത്തിന് ഒരു ആന ഓടിയിട്ട് ഒരു കുടുംബം വെടിക്കെട്ട് കാണാൻ അവിടെ ഇരിക്കുക, പായൊക്കെ വിരിച്ച് റോഡിൽ കിടക്കുക. അപ്പോൾ ആന ഓടി ചെന്നപ്പോൾ അവരെ കണ്ടൊഴിക്കും ആന ഒന്ന് സ്റ്റക്കായി നിന്നിട്ട് പതുക്കെ അവിടെ നിന്ന് തിരിഞ്ഞ് ആന പോവുകയുണ്ടായത്. ആ കുടുംബം അടുത്ത ദിവസം ഈ ആനേനെ വന്ന് കണ്ട് അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരു കഥ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ആ ആനയെ വെടിക്കെട്ട് കാണാൻ വന്ന ആന പൂരം കാണാൻ വന്നതല്ല, അവർ വെടിക്കെട്ട് കാണാൻ വന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷെ ഈ ആന ഓടി ചെന്നിട്ട് ഈ കുടുംബത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയും പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കുകയും ആനയ്ക്ക് മനസ്സിലായി മുന്നിൽ കുറച്ച് പേര് കിടന്നുറങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു മിനിറ്റ് നിന്നിട്ട് ആന തിരിഞ്ഞു മാറി നടന്നുപോയി. ആ കുടുംബം പേടിച്ചു പോയി. സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ലല്ലോ. അത് കഴിഞ്ഞ് പൂരം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുടുംബം ഈ ആനയെ തേടി ചെല്ലുകയും ആനയുടെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, അവർ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന, അവർ വെടിക്കെട്ട് കാണാനും ആനപ്പൂരം കാണുന്നവരാണ്. അപ്പോൾ അവർ അവിടെ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ആനയ്ക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോഴവർ പറയണത്, ആന ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ആന ഞങ്ങളെ കണ്ടപ്പോൾ ആന അവിടെ നിന്നു, ഞങ്ങളുടെ വിഷമം ആനയ്ക്ക് മനസ്സിലായി. അപ്പം അതാണ് പറയണത്, ആന ഒരിക്കലും ഒരു അറ്റാക്കിങ് അനിമൽ അല്ല. അങ്ങനെയാണെങ്കിൽ ആനയ്ക്ക് അവരെ അറ്റാക്ക് ചെയ്യായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. ആനയെ പിടിച്ചു കെട്ടി അപ്പം തന്നെ ആനയെ മാറ്റി വേറെ പ്രോഗ്രാമിന്, അത് കഴിഞ്ഞിട്ട് വെടിക്കെട്ട് പൊട്ടിയത് കഴിഞ്ഞ തവണ. എനിക്കൊന്നു വയനാട് ദുരന്ത സമയത്തിന്റെ ആ സമയത്ത് അപ്പോഴും അതേ ആനയുടെ ഒരു കഥ അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു അമ്മയെ രക്ഷിച്ചു എന്ന് പറയുന്ന ഒരു കഥ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് യാഥാർത്ഥ്യമാണോ എന്ന് പലരും. അല്ല, ആനകൾ എപ്പോഴും നേരത്തെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. കഴിഞ്ഞ ഒരു തൃശ്ശൂർ പൂരത്തിന്, രാത്രി പൂരത്തിന്, കോവിഡ് സമയത്താണ് പൂരം നടക്കുമ്പോൾ മരക്കൊമ്പ് ഇടിഞ്ഞു വീണു. പക്ഷെ ആ മരം കൊമ്പ് വീണിട്ട് പിന്നെ ആനയ്ക്ക് മനസ്സിലായി, ആന അവിടെ നിന്ന് പതുക്കെ മൂവ് ഉണ്ടായി. ആനകൾക്കൊക്കെ തിരിച്ചറിവ് മനുഷ്യനേക്കാളും കൂടുതലാണ്. ഒരിക്കലും അവരെ ഇപ്പം ആനയും പാപ്പാനും തമ്മിലുള്ള ബന്ധം തന്നെ ആലോചിച്ച് നോക്കാം. ആനയും പാപ്പാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ റേഞ്ച് മാതിരിയാ, വൈഫൈ മാതിരിയാ. കാരണം അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതാ. ആനയെ പാപ്പാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുന്നില്ല, കുറച്ച് ദൂരെ മാറിയിരുന്നാലും ആനയും പാപ്പാനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അദ്ദേഹം അവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഉറപ്പിലാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയാം. അങ്ങനെ നിൽക്കുന്ന വേറൊരു മൃഗം ഞാൻ കണ്ടിട്ടില്ല. ആനയ്ക്ക് മനുഷ്യന്റെ അത്രയും ബുദ്ധിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു 5 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ബുദ്ധി അതിനാണ്. വിവേചനത്തിന്റെ ഒരു ആരംഭ കാലഘട്ടമാണല്ലോ 4 വയസ്സ് 5 വയസ്സാണ്. അതിൽ ആ ഒരു ബുദ്ധിയുള്ള ഒരു മൃഗമാണ് ആന. അപ്പോൾ ആനകളെ നമ്മൾ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇന്നത്തെ കാലത്ത് വരുന്നുണ്ട്. ആനകളെ നോക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാൻ പോലും ഒരുപാട് റെസ്ട്രിക്ഷൻ ഉള്ള ഒരു കാലഘട്ടമാണ്. എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആന എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു മൈക്രോ എൻ്റർപ്രണർഷിപ്പ് മൈക്രോ നോക്കുമ്പോൾ, മൈക്രോ എക്കണോമിക്സിൽ സാധാരണ പൂരങ്ങൾ, ഒരു നാട്ടുമ്പുറത്തെ ഒരു പൂരമാണ് അവിടുത്തെ മൈക്രോ എക്കണോമിക്സ് ചിന്തിക്കുന്നത്. കാരണം പൈസ ഉള്ളവൻ്റെ നിന്ന് പൈസ കളക്ട് ചെയ്ത് സാധാരണക്കാരന് കൊടുക്കുന്ന ഒരു പൈസയുടെ ക്രയവിക്രയം നടത്തുന്ന ഉത്സവങ്ങളാണ്. അപ്പോൾ ഉത്സവങ്ങളില്ലാത്ത കേരളം ഒരു ദാരിദ്ര്യ കേരളമായിരിക്കും. അത് കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ആളുകളുടെ കയ്യിലെ പൈസകൾ നന്നായി ക്രയവിക്രയം ചെയ്യും. എൻ്റെ കയ്യിലുള്ള ആ ഒരു നോട്ടിന് വില കിട്ടുന്ന ഒരു സമയമാണ് ഉത്സവ കാലഘട്ടം. അപ്പോൾ അത് സാധാരണക്കാരിലേക്ക്, ഒരു കുഴികുത്തുന്ന ആളിലേക്ക്, ആനപ്പുറം കയറുന്ന വ്യക്തിയിലേക്ക്, വാദ്യ കലാകാരന്മാരുടെ കയ്യിലേക്ക്, അങ്ങനെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ആനയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, അങ്ങനെ ഒരുപാട് പേരിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്നത് ഉത്സവങ്ങളാണ്. ആ ഉത്സവങ്ങളുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ആനയാണ്. ആനകൾ കഴിഞ്ഞ 20 വർഷമായിട്ട് കാട്ടിൽ നിന്ന് പിടിക്കുന്നുമില്ല, അന്യസംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്നുമില്ല. ഇത് ഭരണകൂടങ്ങൾ അത് എന്താ പറയുക, 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അത് ലോകത്തിൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ സഹോദര രാജ്യമായ പാകിസ്ഥാനിലില്ല, ബംഗ്ലാദേശിലില്ല, നേപ്പാളിലില്ല, ബർമയിലില്ല,
ഒരു രാജ്യത്തും ഇല്ല, ശ്രീലങ്കയിലില്ല. പക്ഷെ ഇന്ത്യയിൽ മാത്രമേ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉള്ളൂ. അപ്പോൾ ഈ ആക്ടിൻ്റെ ബേസിൽ ആന ഒരു വൈൽഡ് ലൈഫിൻ്റെ ആക്ടിൽ വരുന്നത് കൊണ്ട് ആനയിൽ ഒരുപാട് റിസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ വരും തലമുറയിലേക്ക് ഇപ്പം നമ്മൾ ഒന്നും കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ തായ്ലാൻഡിലൊന്ന് പോയി നോക്കൂ, അവരുടെ ടൂറിസം ഒക്കെ ജീവിക്കുന്നത് ആനയിലൂടെ. ശ്രീലങ്കയിൽ പോയി നോക്കൂ, അവിടെയും ടൂറിസം ആനയിലൂടെയാണ്. അവിടെ ഒന്നും ഒരു റിസ്ട്രിക്ഷനും ഇല്ല. അന്ന് ആനയെ നന്നായി പരിപാലിക്കുന്നുണ്ട്. അതിനേക്കാളും നന്നായിട്ട് പരിപാലിക്കുന്ന സ്ഥലമാണ് കേരളത്തിലൊക്കെ. നമ്മൾ നമ്മുടെ പൂരങ്ങൾക്ക് ഉപയോഗിക്കുന്നു, അത് ശരിയാണ്. ഇപ്പം പണ്ട് കാലത്ത് മരം പിടിക്കാൻ ഉപയോഗിച്ചിരുന്നു, ഈ പറഞ്ഞ കല്ല് വലിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ ഒന്ന് അണിഞ്ഞൊരുക്കി നിൽക്കുക, പൂർണ്ണ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഉത്സവത്തിന് വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന ആനകളെ ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മുടെ NGOകളുടെ ശ്രമങ്ങളുണ്ട് ഒരുപാട്. പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് അനിമൽ, ഇത് അമേരിക്കയിലുള്ളൊരു സംഘടനയാണ്. അവർ ഇന്ത്യയിൽ പണം മുടക്കി ഇന്ത്യയിലെ കൾച്ചറും ട്രഡീഷൻ നശിപ്പിക്കാനായിട്ട് അവർ ഒരുപാട് ആക്ടിവിറ്റികൾ നടത്തുന്നുണ്ട്. അല്ല, അതിൽ അവർ കൂടുതൽ പറയുന്നത് ഒരു ആനയുടെ പുറത്ത് 4 പേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആനയുടെ നട്ടലൊടിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. പിന്നെ ആനയെക്കുറിച്ച് അറിയാത്തവരാണല്ലോ അവർ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ആന എന്ന് പറഞ്ഞ മൃഗത്തിനെ കുറിച്ച് ആദ്യമായി പഠിക്കണം. ആനയ്ക്ക് വേണ്ടത് ചൂടാ, ശ്വാസത്തിൽ തണുവല്ല. ആന തണുപ്പത്താണ് ജീവിക്കുന്നതെങ്കിൽ യൂറോപ്പിൽ ആന ഉണ്ടായേനെ. ആഫ്രിക്കയിലും ഇന്ത്യയിലൊക്കെ ആന നിൽക്കുന്നത് ചൂട് ബേസ് ചെയ്തിട്ട്. അവരെ തൊലി തന്നെ കറുപ്പ് കളറാണ്. അവർക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു കൺസെപ്റ്റും കൂടി അവർക്കുണ്ട്. അവർ വിയർക്കില്ല, വിയർപ്പ് ഗ്രന്ഥികളൊന്നുമില്ല. അപ്പം അതിൻ്റെ ശരീരത്തിൽ വെള്ളവും വെളിച്ചവും ഉണ്ടെങ്കിൽ ജീവിക്കുന്ന ഒരു മൃഗമാണ് ആന. വെള്ളം വേണം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഒരു 10-30 ദിവസം വേറെ ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു മൃഗമാണ് ആന. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മതകാലഘട്ടത്തിൽ ആന ഭക്ഷണം കഴിക്കില്ല, വാസ്തവത്തിൽ വെള്ളം കുടിക്കും, സൂര്യപ്രകാശം കൊള്ളും. അപ്പോൾ നമ്മൾ ചില നല്ല എന്താ പറയുക സ്വാമിമാരൊക്കെ ഇങ്ങനെ സൂര്യപ്രകാശം കണ്ണിലേക്ക് ആവഹിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? അതൊക്കെ ഒരു മിത്തായിരിക്കാം, സത്യമായിരിക്കാം. ഒരു പക്ഷേ ആനകൾ നീരുകാലങ്ങളിൽ വെള്ളം നന്നായി കുടിക്കും. 30 മുതൽ 45 ദിവസം വരെ വെള്ളം കുടിക്കും, ഭക്ഷണം ഇല്ല. പക്ഷെ സൂര്യപ്രകാശം കൊള്ളണം അവർക്ക്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ആനയ്ക്ക് ആവശ്യമായ എനർജി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ചൂടിനെ ആന ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു മൃഗത്തിനെ നമ്മൾ ചൂട് കൊണ്ടാൽ ആന ഇല്ലാണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അതിനെ എങ്ങനെ നമുക്കത് വിശദീകരിക്കാമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അവരോട് പറയാനുള്ള എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ആനയെക്കുറിച്ച് കൃത്യമായി പഠിക്കുക, ആനയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പഠിക്കുക, ആന എന്താണെന്ന് അറിയുക, എന്നിട്ട് സംസാരിക്കുക. ഇതൊന്നും അറിയാതെ പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലത്തെ സംഘടനകൾ അല്ലെങ്കിൽ സഫറിങ് ഫോർ ആനിമൽ എന്നൊക്കെ പറഞ്ഞ കുറേ സംഘടനകളുണ്ട്. അവരൊക്കെ NGOകളാണ്. അവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയുടെ പേര് പറഞ്ഞ് പിരിവുണ്ടാക്കില്ല. ഇപ്പോൾ തിരുവമ്പാടി ലക്ഷ്മി ആനയ്ക്ക് കണ്ണ് കാണില്ല, അതുകൊണ്ട് ആനയെ ചികിത്സിക്കാനായിട്ട് $25 നിങ്ങൾ സംഭാവന ചെയ്യണം. അത് വെറും 500 പേർക്ക് അവസരമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്ത് NGO ഫണ്ട് സമാഹരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, 500 പേര് $25 കിട്ടുമ്പോൾ വലിയൊരു എമൗണ്ടാണ് അവർക്ക് കിട്ടുന്നത്. അത് ആരാ ചികിത്സിക്കാനാ? തിരുവമ്പാടി ഭക്ഷണം കൊടുത്ത് തിരുവമ്പാടി വളർത്തുന്ന ആനയ്ക്ക് അതിനു വേണ്ടി ഒരു പഴം പോലും മേടിച്ചു കൊടുത്തില്ലേ അവർ? നടന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അനിമൽ സഫറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടനയാണ് അത് ചെയ്തത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അതിൻ്റെ മറ്റൊരു വശം കൂടിയില്ലേ? ഇപ്പോൾ നമ്മൾ കാടുമായി ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ കാട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന ജീവികൾ കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. വീട്ടിൽ താമസിക്കുന്ന ആളുകളെ വരെ പുലി പിടിച്ചുകൊണ്ട് വന്നൊരു സാഹചര്യമുണ്ട്. ഞാനൊക്കെ തെമ്മല അടുത്തുള്ള ഭാഗത്തു നിന്നാണ്. അപ്പം സ്വാഭാവികമായിട്ട് എനിക്കറിയാം കാട്ടുപന്നികളുടെ ഉപദ്രവമാണെങ്കിലും മറ്റ് കുരങ്ങന്മാരുടെ ആണെങ്കിലും ഇത്തരത്തിലുള്ള വന്യജീവികൾ കാരണം പൊറുതി മുട്ടിയിരിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പം അവർക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നും റിലീഫ് ഉണ്ടാക്കാൻ കഴിയുന്നത്? അതിന് ആകെ ഗവൺമെൻറ്റുകളുടെ ഡ്യൂട്ടി എന്താ? നമ്മുടെ എന്നൊക്കെ പിരിവെടുത്ത്, അതായത് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് ഗവൺമെൻറ് നമ്മളെ ഭരിക്കുന്നത്, അല്ലേ? അതെ. ടാക്സ് ആണ് അവരുടെ ബെനിഫിറ്റ്. അവരാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഭരണം നടത്തുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ പഠിക്കണ്ടേ? അതവർ ചെയ്യുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അത് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ആരുടെയാണ്? സർക്കാരിനാണ്. 2 തരം ശത്രുക്കളാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, നമ്മളെപ്പോഴും പറയും, രാജ്യ അതിർത്തിയിൽ നമ്മുടെ ശത്രുക്കളായി നമ്മൾ കരുതുന്ന അന്യ രാജ്യത്തെ ആളുകൾ.
അത് നമ്മുടെ ശത്രുക്കളായിട്ട്. അതിനാണല്ലോ ആർമിയും നേവിയും ഒക്കെ പടക്കപ്പലുകളായിട്ട് നടക്കുന്നത്. കാരണം അത് അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ചുറ്റും നമ്മളെ സംരക്ഷിക്കുന്നത് അതിൻ്റെ ഡ്യൂട്ടി ആർക്ക്? ഗവൺമെൻറ്റിനാണ്. അതുപോലെ തന്നെയാണ് രാജ്യത്തിനകത്ത് വന്യമൃഗങ്ങളെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവരിൽ നിന്ന് വന്യമൃഗങ്ങളിൽ നിന്ന് മോചനവും സംരക്ഷണവും കൊടുക്കേണ്ടത് ആരാ? സർക്കാരാ. ഈ സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. വന്യമൃഗങ്ങൾ വരിക പോവുക. അവർ ഓരോ സ്ഥലത്ത് ഓരോ കാർഷിക മേഖല തകർന്നു പോയിരിക്കുക. കുരുമുളക്, വയനാടൻ എന്താ പറയുക, കാപ്പി, ഇതൊക്കെ തകർന്നു പോയിരിക്കും. നമ്മൾ അവിടെ പോയേ കാണാൻ പറ്റും. കാരണം കുരങ്ങ് ശല്യം, ആന ശല്യം, പുലി ശല്യം എന്ന് പറഞ്ഞ് കർഷകർക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കാരണം ഗവൺമെൻറ്റുകളുടെ കാര്യക്ഷമത കുറഞ്ഞത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഒരു അനുഭവസ്ഥനാണ്. എൻ്റെ വീട്ടിലൊക്കെ ഒരു ദിവസം ഈ ഫലങ്ങളൊക്കെ പൂത്ത് കഴിഞ്ഞാൽ, റംബൂട്ടാൻ, മാങ്ങയൊക്കെ പൂത്ത് ആയിക്കഴിഞ്ഞാൽ അപ്പോഴേ ഒരു 100-150 കുരങ്ങന്മാർ വരിക, മൊത്തത്തിൽ അടിച്ച് തെറിപ്പിച്ച് എല്ലാം തീർത്ത്. ഇപ്പോൾ ചക്കയോ കവുങ്ങോ എന്താണെങ്കിലും, പപ്പായ പോലും, എനിക്കൊന്ന് പപ്പായൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മൊത്തത്തിൽ നശിപ്പിച്ച് വാഴകളൊക്കെ ഉണ്ടെങ്കിൽ മുഴുവൻ. ഇപ്പോൾ റബ്ബറൊക്കെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും വെട്ടിക്കളയുന്നൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കാരണം ഇത് ഈ റബ്ബറിലൂടെയൊക്കെയാണ് ചാടി വരുന്നത്. അപ്പോൾ എല്ലാ വിളകളും ഇല്ലാതാവുന്ന ഒരു രീതിയാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ പലപ്പോഴും സർക്കാരിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമില്ലാത്തൊരു കാര്യമാണ്. അവർക്ക് ഉത്തരമില്ലാണ്ടല്ല, അവർ ഉത്തരം മുട്ടിയിട്ടുമല്ല. കാരണം അവർ സാധാരണ ജനങ്ങളുടെ വേദന മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അവരെ സംബന്ധിച്ചിട്ട് ഈ NGOകൾ പറയുന്നതാണ് അവർ ഏറ്റവും വേദവാക്യമായി എടുക്കുന്നത്. NGOകൾ എന്ന് പറയുന്നത് ഫോറിൻ ഫണ്ടഡ് ആളുകൾ. അവരെ സംബന്ധിച്ചിട്ട് നമ്മുടെ നാട് നന്നാവണമെന്ന് അവരൊരിക്കലും ചിന്തിക്കുന്നില്ല. ഈ റിമോട്ടായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആളുകളെ കൊണ്ട് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് NGOകൾ. ശരിക്കും പറഞ്ഞാൽ സ്വന്തം രാജ്യത്തെ തിരിച്ചറിയാനും സ്വന്തം രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനും തയ്യാറാവണം. വന്യമൃഗശല്യമാണെങ്കിൽ വന്യമൃഗശല്യത്തിന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. നമ്മുടെ ആൻസസ്റ്റേഴ്സൊക്കെ ഈ വന്യമൃഗങ്ങളോട് പടപൊരുതിയിട്ടാണ് ജീവിച്ചത്. അവരെ ഉന്മൂലനം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഉന്മൂലനം ചെയ്യണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കൂ. ഇപ്പം നടന്ന സംഭവമാണ്, ഞാൻ ഞെട്ടിപ്പോയത്. അസല് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത നേതാവിനെ ഒറ്റ സുപ്രഭാതത്തിൽ ആദ്യമേ കൊല്ലുകയാണ്. എന്നിട്ടാണ് കാര്യങ്ങൾ അമേരിക്ക നടത്തുന്നത്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ചെസ്സ് കളിക്കാതിരിക്കുമ്പോൾ ആദ്യത്തെ ഷൂട്ടിന് തന്നെ രാജാവിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ചെസ്സ് കളിക്ക് എന്ത് വില ഉണ്ട്? അപ്പം അത് മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഇപ്പം നമ്മുടെ ഒരു അനുഭവമാണ്. ഇപ്പം കാട്ടിൽ നിന്ന് ഒരു ബൗണ്ടറി ഇട്ട ഒരു ജണ്ടയുണ്ട്. ജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് അതിരുണ്ട്. അതിനപ്പുറം അതിൻ്റെ അങ്ങോട്ട് നമ്മൾ പോകരുത്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആരും വരരുത് എന്നുള്ളതാണ് നമ്മൾ ഫോറസ്റ്റ് അധികൃതരുടെ അടുത്ത് പറയേണ്ടത്. ഫോറസ്റ്റ് അധികൃതരുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്താ? കാട്ടിലെ മൃഗങ്ങളെ സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കുക. അപ്പോൾ അവരുടെ ആവശ്യം എന്താ? അവരൊരിക്കലും നാട്ടിലേക്ക് കടന്നു വരാതിരിക്കുകയും വേണ്ട. അപ്പോൾ ഈ കടന്നു വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കാടിനകത്ത്. മാത്രമല്ല പോപ്പുലേഷൻ എപ്പോഴും മിതമായ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഒരു അനിമൽ വെബ് സിസ്റ്റം ഉണ്ട്. പുലിക്ക് കഴിക്കാൻ മാനിന് കഴിക്കാൻ പുല്ല്. അപ്പോൾ പുല്ല് ഉണ്ടാവണം. മാനില്ലെങ്കിൽ എന്തുണ്ടാവും? പുല്ല് കൂടും, മരങ്ങൾ കൂടും, പ്രശ്നമായി. അപ്പം മാൻ പോയി പുല്ല് തിന്നുന്നു. അപ്പം മാനെണ്ണം കൂടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് പുലി, അതൊരു വെബ് സിസ്റ്റമാണ്. പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ പാലിക്കുന്നത്. ഇപ്പോൾ വന്യമൃഗങ്ങളെ നമ്മൾ ആരാധിക്കുകയും അവരെ സ്നേഹിക്കുകയും അതിനു വേണ്ടിയിട്ട് NGO ഉണ്ടാവുകയും അതിനുവേണ്ടി ഫണ്ട് കളക്ട് ചെയ്യും, അതിനുവേണ്ടി മീഡിയകൾ ഉപയോഗിക്കുകയും അതിനുവേണ്ടി കോടതികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അത് മാറി ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുകയും സാധാരണക്കാരന് വേണ്ടിയിട്ട് അവൻ സംസാരിക്കുകയും വേണം. ഇപ്പോൾ ഇപ്പോൾ കേന്ദ്രത്തിലാണ് വന്യജീവി സംരക്ഷണ നിയമം പാസ്സാക്കേണ്ടത്. അവിടെ നമ്മുടെ ആളുകൾ പോയി സംസാരിക്കണ്ടേ? എൻ്റെ കേരളത്തിലെ പ്രശ്നത്തെക്കുറിച്ച് പറയണ്ടേ? അപ്പോൾ ഇവിടെ ആനകളെ നമ്മൾ അതുപോലെ ആനകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളർത്താനുണ്ടാവുള്ള കാരണം അത് നശിച്ചു പോകരുത് എന്ന് ചിന്തിച്ചത് കൊണ്ടാണ്. ഇപ്പം എന്തുകൊണ്ടാണ് സിംഹത്തിനെ നമ്മളവിടെ കെയർ ചെയ്യുന്നത്? സിംഹം നശിച്ചു പോകരുത്. അതുപോലെ ആനകൾ നശിച്ചു പോയിരിക്കാൻ ആനകളെ നമ്മൾ അതിൽ പ്രശ്നമുള്ള ആനകളെ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മുടെ കൂടെ നിർത്തി. അപ്പോൾ നമ്മൾ അവിടെ സംഭവിക്കുന്നത് ഒരു ആനയെ പരിപാലിക്കാനുള്ള ചെലവിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? സാധാരണ നമ്മൾ ഒരാൾ പാവപ്പെട്ട ഒരു കുട്ടി, പാവപ്പെട്ട അനാഥ കുട്ടിയെ നമ്മൾ ഭക്ഷണം കൊടുക്കണം. നമുക്ക് അവന് ഇത്രയും ഭക്ഷണം വേണ്ടോ?
അതിന് ഈക്വൽ ഒരു ആന വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഭക്ഷണം വേണം? 200 കിലോ ഭക്ഷണം കൊടുക്കണം. എന്ത് കൊടുക്കാം? എന്ത് തന്നെയാലും 200 കിലോ വേണ്ടേ? അതെ. 200 ലിറ്റർ വേണ്ടേ? 200 ലിറ്റർ വെള്ളം കൊടുക്കണ്ടേ? നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം കൊടുക്കണ്ട. അപ്പം ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യത്തിന് നമ്മുടെ ആളുകൾ അതിനെ വേറൊരു ഉപയോഗ രീതിയിൽ മാറ്റിയിട്ടാണ് ഉത്സവങ്ങളും അമ്പലങ്ങളും. അന്ന് പണ്ട് കാലത്തൊക്കെ ഏറ്റവും പണമുള്ള ആളുകളുടെ വീട്ടിലേക്കാണ് ആന വന്നിരുന്നത്, സാധാരണക്കാരൻ്റെ വീട്ടിലല്ലോ. പണമുള്ളവൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, അപ്പോൾ അവനൊരു ആനയും കൂടി വളർത്തട്ടെ. കാട്ടിലല്ലെങ്കിൽ ചെരിഞ്ഞു പോവും, ചത്തുപോകും. അപ്പം അത് ഒഴിവാക്കാനായിട്ടാണ് അന്ന് മുതൽ നമ്മൾ ആനയെ വളർത്തി തുടങ്ങിയതും. രാജാവിൻ്റെ കാലത്ത് ആന വളർത്തുന്ന അങ്ങനെയല്ലേ. പിന്നെ രാജാവ് യുദ്ധത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി ആനേനെ. അപ്പം ആ സുഖം തോന്നി. പിന്നെ റൈഡിന് ഇപ്പം നമ്മൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്യണേക്കാൾ എത്രയോ സുഖമാണ് ആനപ്പുറത്ത് യാത്ര ചെയ്യുന്നത്. ആന പതുക്കെ നമ്മൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു മൃഗത്തിൻ്റെ അറ്റാക്കും വരില്ല. നമ്മളിരിക്കുന്നത് ഹൈ പൊസിഷനിലാണ്, അപ്പൊ അറ്റാക്ക് വേറെ ഇല്ല. അപ്പൊ രാജാവും അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു യൂട്ടിലിറ്റി ആക്കിയിട്ട് അതങ്ങനെ കാലാന്തരത്തിൽ നമ്മൾ പിന്നെ അവസാനം ഇപ്പൊ എത്തി നിൽക്കുന്നത് ഉത്സവങ്ങളിൽ ഉപയോഗിക്കുന്ന രീതി. അത് നമ്മള് ഇതല്ലെങ്കിൽ പിന്നെ എന്ത് ലോകം? ഇപ്പൊ നമുക്ക് ഇതൊന്നും വേണ്ടെന്ന് വെച്ചാലും അത് നടക്കും. ഇപ്പൊ കൊറോണ കാലത്തൊക്കെ ഒരുപാട് ഉത്സവങ്ങളില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ കൾച്ചർ, നമ്മുടെ ട്രഡീഷൻ, ഇതൊക്കെ നിലനിർത്താനായിട്ട് നമ്മൾ പക്ഷേ മറ്റുള്ള മൃഗത്തിനെ, പശുവിനെ, കറവ, നമ്മൾ പശുവിനെ ഓമനിച്ച് വളർത്തുന്നു, അത് പ്രസവിക്കുന്നു, കുട്ടി ഉണ്ടാവുന്നു, പാല് തരുന്നു. പാല് കഴിഞ്ഞ് അടുത്ത വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 3-ാമത്തെ വർഷം എന്താ ചെയ്യണേന്? പാലൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ചത്തുപോയില്ലേ? നമ്മൾ അറവുകാരന് കൊടുക്കും. അതല്ലേ ഇവിടെ നടക്കണത്. അടുത്ത വെച്ച അറവുകാരൻ വന്നാൽ പശുവിനെ മേടിച്ചുകൊണ്ട് പിറ്റേ ദിവസം അത് ഇറച്ചിയായിട്ട് മാർക്കറ്റിൽ വിൽക്കും. ഇതാണ് ഇവിടെ നടക്കണത്. അങ്ങനെയൊന്നും നമ്മൾ ആനയെ ചെയ്യുന്നില്ലല്ലോ. ആനയെ നമ്മൾ വളർത്തുന്നു, അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്നു, തിരിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നു. അതിൻ്റെ മരണം വരെ അതിനെ സംരക്ഷിക്കുന്നു. കൊല്ലാൻ വിടുന്നില്ല നമ്മൾ. അപ്പോൾ ഒരു മൃഗത്തിനെ നമ്മൾ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട്. പശുവിനെ അല്ലെങ്കിൽ ആടിനെ നമ്മൾ ഓമനിച്ചൊക്കെ വളർത്തും. പൈസയുടെ ആവശ്യം വന്നാൽ, മകളുടെ കല്യാണം വന്നാൽ ആടിനെ വിൽക്കും. അപ്പോൾ ആടിനോടുള്ള സ്നേഹം എത്രയുണ്ട് നമുക്ക്? നമ്മൾ വളർത്തിണ്ടാക്കിയ, നമ്മുടെ വീട്ടിൽ ജനിച്ചു വന്ന ആടിനോട് നമ്മൾ എന്ത് സ്നേഹം കാണിക്കണേ? ഉണ്ടോ? അപ്പം അത് നോക്കുമ്പോൾ ആനയോട് നമ്മൾ സ്നേഹം കാണിക്കുന്നില്ലേ? പൊതുജനങ്ങൾ സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പം അത് നമ്മുടെ കൾച്ചറുണ്ട്, നമ്മുടെ ട്രഡീഷൻ ഉണ്ട്. അതിനെ മാറ്റിമറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന NGO തന്ത്രങ്ങളുണ്ട്. അതാണ് ഉത്സവത്തിന് വന്ന ആനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആനയ്ക്ക് ചൂട് പറ്റില്ല, ആനയ്ക്ക് ബഹളമുണ്ട്, ശബ്ദം പ്രശ്നമല്ല. ഇതെല്ലാം നമ്മളെ പോലെ ഡെസിബിളിൽ കേൾക്കാവുന്ന, കേൾവിക്കും കാഴ്ചയ്ക്കൊക്കെ ഓരോ ഡെസിബിൾ ഇതുണ്ടല്ലോ, ഒരു മൃഗങ്ങൾക്ക് കൊടുത്തുള്ള കഴിവുണ്ടല്ലോ. അപ്പം ആന അത് വേറെ എന്ന കാരണം കൊണ്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ എത്ര നേരം നിൽക്കും എന്നാലോചിച്ചേക്ക്. ഒരു വെടിക്കെട്ട് കിട്ടുമ്പോൾ അത്രയും പ്രശ്നമുള്ള പറ്റാത്ത മക്കള് തന്നെ, കൊച്ചുകുട്ടികളെ കൊണ്ട് നമ്മൾ പൂരത്തിന് പോയി നോക്കിയാൽ വെടിക്കെട്ട് സമയത്ത് അവർ ഓടിപ്പോയില്ലേ? എന്താ കാരണം? ട്രെയിനിങ്. അടുത്ത വർഷത്തെ പൂരത്തിന് ചിലപ്പോൾ ഓടില്ല. അവന് മനസ്സിലാവും, ഓ ഇത് ഓടാനുള്ളതല്ല, ഇത് നമുക്ക് അപകടമില്ല, നമ്മുടെ അത്രയേ ഉള്ളൂ മൃഗങ്ങളുടെ കേസ്. അവരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അപകടം ഉണ്ടെങ്കിൽ ഒരാളും, നമ്മൾ പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പെട്ടെന്ന് തീരെ കൈ വെച്ചാൽ നമ്മൾ വലിക്കില്ലേ? എന്തുകൊണ്ട് വലിക്കുന്നത്? അത് റിഫ്ലക്സ് ആക്ഷനാണ്. പക്ഷെ നമുക്ക് മനസ്സിലാണ് തീ കത്തി, നമ്മൾ ചൂട് നമ്മൾ അടുത്തില്ല, നമ്മൾ കയ്യിൽ നിന്ന് വലിക്കില്ല, കുഴപ്പമില്ല, നടക്കാം. കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് ആ ലൈറ്റ് കാണുമ്പോൾ നമ്മൾക്കൊരു ആങ്സൈറ്റി ഉണ്ട്. അതുപോലെ മൃഗങ്ങളെ നമ്മൾ അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ, തൃശ്ശൂർ പൂരത്തിന് ഇത്രയോ ആനകൾ നിൽക്കുന്നു, എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആൾ നിൽക്കുന്നു. ഇത് നമ്മളൊക്കെ വെറുതെ നിൽക്കാം കാണാൻ. ഇതിൻ്റെ പുറത്ത് 3 പേര് നിന്നിട്ട് കുടമാറ്റം ഇങ്ങനെ എന്താ പറയുക, 30 സെക്കൻഡിൽ 40 സെക്കൻഡിൽ ഓരോ കുടകൾ മാറുന്നുണ്ട്. ആനകൾ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആനകൾ പ്രശ്നം ഉണ്ടാക്കണ്ട. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ എല്ലാ കുടമാറ്റത്തിനും പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അതൊക്കെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗവും അതൊരു എന്താ പറയുക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അത് പാടില്ല എന്ന് നമുക്ക് പറയുമ്പോൾ, ഞാനൊരു മാസിനെതിരെ സംസാരിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് കുറേ NGOകൾ അത് പറയും അത് പാടില്ല എന്ന്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ആനകളെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന ജനങ്ങളോട് സാറിന് എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളത്, അവരാദ്യം ആനയെക്കുറിച്ചിട്ടൊന്ന് പഠിക്കുക എന്നുള്ളതാണ്. ആനയെക്കുറിച്ചിട്ട്, ആന എന്താണെന്ന് ആനയെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ആന നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും ഇത് മോശമാണെന്ന് പറയും. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു എപ്പിസോഡായിട്ട്. താങ്ക് യു സാർ. തീർച്ചയായിട്ടും.